കാസർഗോഡ് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കാൻ LDF. കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന ഷാനവാസ് പാദൂരിനെ ഇത്തവണ കളത്തിലിറക്കും. INL-ന് നൽകിയിരുന്ന സീറ്റാണെങ്കിലും ഇവിടെ സ്വതന്ത്രനെ പരീക്ഷിക്കാൻ മുന്നണി തീരുമാനിക്കുകയായിരുന്നു. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രം എന്ന് അവകാശപ്പെടാനാകാത്ത മണ്ഡലമാണ് കാസർഗോഡ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇടത് സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്തായിരുന്നു. മുസ്ലിം വോട്ടർമാർ കൂടുതലുള്ള മണ്ഡലത്തിൽ എക്കാലവും ഇടതുപക്ഷം പരീക്ഷിച്ചതും മുസ്ലിം സ്ഥാനാർത്ഥിയാണ്. അതിനാലാണ് INL-ന് തുടർച്ചയായി സീറ്റ് നൽകിയത്. ഇത്തവണ വിജയസാധ്യതയുള്ള ഉദുമ നൽകണമെന്ന ആവശ്യം INL നേരത്തെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ CPIM-ന്റെ സിറ്റിംഗ് സീറ്റായ ഉദുമ വിട്ടു നൽകാൻ നേതൃത്വം തയ്യാറാകില്ല. നിലവിലെ MLA ആയ CH കുഞ്ഞമ്പു ഒരിക്കൽ കൂടി മത്സരിക്കുകയും ഭരണം ലഭിച്ചാൽ കാസർഗോഡ് നിന്ന് മന്ത്രിസ്ഥാനം ലക്ഷ്യമിടുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ INL-ന് ഉദുമ ലഭിക്കില്ലെന്ന് ഉറപ്പാണ്. താരതമ്യേന ശക്തി കുറഞ്ഞ INL-ന് കൂടുതൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാനുമാകില്ല. ഈ സാഹചര്യത്തിലാണ് കാസർഗോഡ് മണ്ഡലം ഒരിക്കൽ കൂടി നൽകാമെന്നും ഷാനവാസ് പാദൂരിനെ മത്സരിപ്പിക്കണമെന്നും CPIM തന്നെ ആവശ്യപ്പെടുന്നത്. 2020 ജില്ലാ പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ INL-ന് നൽകിയ സീറ്റിലാണ് ഷാനവാസ് പാദൂർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. കോൺഗ്രസിന്റെയും ലീഗിന്റെയും വോട്ടുകൾ ഷാനവാസിലൂടെ നേടാനാകുമെന്നാണ് CPIM കണക്കുകൂട്ടുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇത്തവണ ജില്ലാ പഞ്ചായത്തിൽ മത്സരിപ്പിക്കാതെ നിയമസഭയിൽ സ്ഥാനാർത്ഥിയാക്കുന്നത്. നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിനോട് ഇടഞ്ഞു നിന്ന സ്വതന്ത്രരും ചില സംഘടനകളും ഷാനവാസിനൊപ്പം നിൽക്കുമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നു. BJPക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ണിൽ കഴിഞ്ഞ 5 വർഷം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഷാനവാസ് പാദൂർ കാഴ്ചവെച്ച ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി നിഷ്പക്ഷ വോട്ടുകൾ ഇടതുപാളയത്തിലേക്ക് എത്തിക്കാനും നേതൃത്വം ശ്രമിക്കുന്നുണ്ട്. വിജയം നേടാൻ സാധിച്ചില്ലെങ്കിലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇടതുമുന്നണിക്കുള്ളത്. തിങ്കളാഴ്ച ചേരുന്ന INL-ന്റെ സംസ്ഥാന നേതൃയോഗത്തിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകും. ന്യൂസ് മലയാളം, കാസർഗോഡ്.